ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മലയാളം ടൈപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും അതിൻ്റെ ടിപ്സുകളുമാണ്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ഇതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ DTP സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടൈപ്പിംഗ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പ്രിൻറ്റിംഗ് പ്രസ്സുകളാണെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിരിക്കും അവർ മാക്സിമം ഉപയോഗിക്കാറുള്ളത്. എളുപ്പ വഴി എന്തെന്ന് വെച്ചാൽ അതായിരിക്കും അവർ മാക്സിമം യൂസ് ചെയ്യുന്നത്. എന്നാൽ വസ്തുതാപരമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് യാതൊരു ഗുണവുമില്ല. നമ്മൾ പെർമനൻ്റായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ പെർമനൻ്റായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോളോ ചെയ്ത് പോകാം. നമ്മൾ മറ്റ് നിലവാരമുള്ള പ്രൈവറ്റ് കമ്പനികളിലേക്കും ആഡ് ഏജൻസികളിലൊക്കെ കയറി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് 2 പേര് IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് മലയാളം ടൈപ്പിംഗ് അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഫോണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് മെയിൽ ചെയ്ത് കൊടുക്കാറുള്ളത്. അവരിത് ഇൻസ്റ്റാൾ ചെയ്ത് ക്യാരക്ടർ മാപ്പിൽ മലയാളം ടൈപ്പ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. നമ്മൾ ഡയറക്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന യൂണിക്കോഡ് കീവേഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വലിയ കമ്പനിയിൽ കയറി ചെല്ലുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ ചാർട്ട് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരക്ടർ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ ഓരോ കീയിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴത്തായിട്ട് റൈറ്റ് സൈഡായിട്ട് കീ നമ്പേഴ്സ് എല്ലാം കാണിക്കുന്നതായിരിക്കും. ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ടായിരിക്കണം നമ്മൾ ഓരോ കീ നമ്പറും അടിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അക്ഷരം കിട്ടുകയുള്ളൂ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ എല്ലാവർക്കും അറിയാം, CS3 തുടങ്ങിയിട്ടുള്ള എല്ലാ വേർഷനിലും മലയാളം ഫോണ്ടിൻ്റെ ഉണ്ടാ എന്ന് പറയുന്ന ഒരു അക്ഷരം ഇൻവിസിബിളായിട്ട് കാണുന്നതാണ്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് കൂടി ഞാൻ അതിൽ പറഞ്ഞുതരാം. നമ്മൾക്ക് എവിടെയാണോ ഉണ്ടാകുന്ന പറയുന്ന അക്ഷരം മിസ്സായിട്ടുള്ളത് ആ ഭാഗത്ത് മൗസ് പോയിൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് അറ്റൊന്ന് ടൈപ്പ് ചെയ്യുക. എന്നാൽ ആ പ്രോബ്ലം സോൾവ് ആയി കിട്ടുന്നതാണ്. എന്നിട്ടും അത് ശരിയാവുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ. വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും ശുഭദിനം.